എല്ലാവർക്കും കുക്ക് ആൻഡ് ചിൽ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല എളുപ്പത്തിലുള്ള ഒരു മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സവാള നന്നായിട്ട് അരിഞ്ഞത്, അപ്പുറത്ത് മുട്ട വേകുന്നുണ്ട്, നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട വേവിച്ചെടുക്കാം. കൂടാതെ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്, കോളിഫ്ലവർ ഉള്ളി മുട്ടക്കറിയാണ് ഇത് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ചീനിച്ചട്ടിയിൽ സവാള ഇട്ടു, അതിൽ കുറച്ച് ഉപ്പൊഴിക്കുക, പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച കോളിഫ്ലവർ കൂടെ അതിൻ്റെ മീതെ ഇട്ടതിന് ശേഷം നന്നായിട്ട് വശി കൊടുക്കുക. ഇതിൽ വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം ഗ്യാസിനൊക്കെ നല്ലതാണ്, അതുകൊണ്ട് അതിൽ വെളുത്തുള്ളി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് തവി കൊണ്ട് ഇളക്കി ഇതെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വേവിക്കാം. നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അപ്പുറത്തെ മുട്ടയെല്ലാം റെഡിയായി കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിയും കോളിഫ്ലവറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല കുറിയ പരുവത്തിൽ നമുക്ക് അതിനെ ഇളക്കിയെടുക്കാം. നമുക്ക് നല്ലൊരു തിക്ക് ഗ്രേവിയുള്ള ഒരു മുട്ടക്കറിയാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. എരി കുറച്ച് വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടാൽ മതി. ഇതിൽ നന്നായിട്ട് കുറുക്കിയതിന് ശേഷം നമുക്ക് നല്ല മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഇത് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു മുട്ടക്കറിയാണ്. അതിൽ നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനുശേഷം മുട്ടയെല്ലാം വെച്ചതിന് ശേഷം ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന മേത്തി ലീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ മീതെ ഒന്ന് തൂവി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഇതിലേക്ക് മല്ലിയില വേണമെങ്കിലും ആഡ് ചെയ്യാം. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് വിളമ്പാം. അപ്പോൾ ഈസി മുട്ടക്കറി റെഡി.